ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുരിശുകുത്തി തെള്ളിത്തോട് റോഡിന്റെ ഇരുവശങ്ങളിലും പൈപ്പിടാനെടുത്ത കുഴികളിൽ വേണ്ട രീതിയിൽ മൂടാത്തതിനാൽ റോഡ് അപകടാവസ്ഥയിലായെന്ന് നാട്ടുകാരുടെ പരാതി. മഴ പെയ്തതോടെ പൈപ്പിടാനെടുത്ത കുഴികളിൽ നിന്നും പ്രധാന റോഡിലേക്ക് വ്യാപകമായി മണ്ണൊലിച്ചിറങ്ങി കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണിവിടം. കൊന്നത്തടി പഞ്ചായത്തിലെ റോഡുകളിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്തത്ര വീതിയിലുള്ള ഗർത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. റോഡിന്റെ പൈപ്പിട്ട വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമെന്ന് കോൺട്രാക്ടർ അറിയിച്ചിരുന്നെങ്കിലും ഒന്നും നടക്കുന്നില്ല. മഴ പെയ്താൽ ഒരു ദ്വീപ് പോലെയാണ് റോഡിന്റെ അവസ്ഥയെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന സ്കൂളിൽ പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ കയറി വരേണ്ടതാണ്. അപ്പോൾ വണ്ടി വരാനോ ഒരാൾക്കാർക്കൊക്കെ നീങ്ങി നിൽക്കാനോ ഉള്ള സൗകര്യമൊന്നും വഴിയിലില്ല. അതുകൊണ്ട് ആ വഴി എത്രയും വേഗം കോൺക്രീറ്റ് ചെയ്ത് നടപ്പാക്കി തരണമെന്ന്. 70 വയസ്സിന് മുകളിലുള്ള അഞ്ച് പേര് താമസിക്കുന്ന വീടുകളുണ്ട് അവിടെ. 4-5 സ്കൂൾ കുട്ടികൾ പോകുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് അവരെ കൊണ്ടുപോകണമെങ്കിൽ സാധാരണ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ട് ഇറങ്ങി വരാത്തൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഒരു 4 വീൽ ജീപ്പ് അല്ലാതെ ഇപ്പം നിലവിൽ ആ വഴിക്ക് വേറൊരു വണ്ടി ഇറങ്ങി വരാൻ സാധ്യമല്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിന് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അത് ബാക്കി ആ പൊളിച്ചിട്ടേക്കുന്ന ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ഇട്ട് റെഡിയാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണം. വേനൽ മഴ കനത്തതോടെ റോഡുകൾ ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വേണ്ടത്ര ശ്രദ്ധ ഇല്ലാത്തതിനാലാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നതെന്ന് കൊന്നത്തടി പഞ്ചായത്ത് അംഗം ജോബി പേടിക്കാട്ടുകുന്നേൽ പറയുന്നു. ഇത് ഇവിടുത്തെ മാത്രം കാര്യങ്ങളല്ല. ഈ കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളും PWD റോഡുകളും കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ ഇട്ടിട്ട് അവർ തിരിഞ്ഞു നോക്കാത്ത ഒരു അലംഭാവം കാണിക്കുന്ന ഒരു മനോഭാവമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാലവർഷം അടുത്തു, സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന അവസരം ആയിക്കൊണ്ടിരിക്കുന്നു. വഴി മുഴുവൻ കനത്ത മഴ പെയ്താൽ ഇപ്പം തന്നെ വഴികളെല്ലാം കുത്തിയൊലിച്ചു പോയി. എങ്കിൽ പോലും ഇനി കനത്ത മഴ വരുന്ന ഒരു സാഹചര്യം വന്നാൽ വഴികളെല്ലാം കുത്തിയൊലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ആളുകൾ, ബഹുമാനായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ അടിയന്തരമായി ഇടപെട്ട് ഈ റോഡുകൾ മുഴുവൻ അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്തു തന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണം എന്ന് മാത്രമാണ് ഈ പ്രദേശവാസികൾക്ക് വേണ്ടി. കൊന്നത്തടി പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെ സ്ഥിതി വ്യത്യസ്തമല്ല. എത്രയും വേഗം റോഡുകളിലെ ശോചനീയാവസ്ഥയ്ക്ക് ബന്ധപ്പെട്ട അധികൃതർ പരിഹാരം കണ്ടില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾക്ക് മുന്നിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.